Hello friends, I am Thulasi. Welcome to the Physics channel, 4th dimension. ഇവിടെ നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കോൺസ്റ്റൻ്റ് അല്ല, അത് പല ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നല്ലേ. അപ്പം നമ്മൾ ഈ ഫോക്കൽ ലെങ്ത് പഠിച്ചേക്കുന്ന മിററിനും പഠിച്ചിട്ടുണ്ട്, ലെൻസിനും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മിററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ മിററിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ഇക്വേഷൻ വരുന്നത് 1/v plus 1/u is equal to 1/f. That means focal length depends on distance of object and distance of image from the mirror. ഇവിടെ u ചേഞ്ച് ചെയ്താൽ v ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് the focal length of the mirror remains constant. അപ്പോൾ ഈ കേസിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ മിററിന് ഫോക്കൽ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്, അത് പല ഫാക്ടറും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ലെൻസ്, നമുക്ക് ലെൻസിൻ്റെ കേസ് നോക്കാം അല്ലേ. അപ്പോൾ ലെൻസിൻ്റെ കേസിൽ കാണുന്ന പ്രത്യേകത, അതിൻ്റെ ഫോക്കൽ ലെങ്തിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാ? ഒന്ന് 1/v minus 1/u is equal 1/f ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ദറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് 1/f is equal to n2 divided by n1 minus 1 into 1/r1 minus 1/r2. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിറൈവ് ചെയ്താണ്. അതൊരു ലെൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് ഇക്വേഷനകത്ത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ u and v പോലെയുണ്ട്, മറ്റേതുപോലെ തന്നെ. പക്ഷേ ഫാക്ടേഴ്സ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെൻസിൻ്റെ ഫോക്കൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ടാണ് ഇത് പഠിക്കേണ്ടത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഡിപ്പെൻഡ്സ്. ഇവിടെ നമുക്ക് പറഞ്ഞ ഈ ഫോർമുലയ്ക്കകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ലെൻസ് എടുത്താൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ റിഫൈൻഡ്സ് ആണ് n2. അതിന് സറൗണ്ടിങ് മീഡിയം ഉണ്ട്, ഇവിടെയും മീഡിയം ഉണ്ട്, ഇപ്പുറത്തും മീഡിയം ഉണ്ട്. അതിൻ്റെ റിഫൈൻഡ്സ് നമുക്ക് n1 എടുക്കാം, സറൗണ്ടിങ് മീഡിയം അല്ലേ. r1 ഇതിൻ്റെ രണ്ട് സർഫസ് ഇല്ലേ, ഇതിൻ്റെ ഫസ്റ്റ് സർഫസ് റേഡിയസ് ഒക്കെ വെച്ചാൽ റൈറ്റിലേക്ക് വരുന്ന r1, സെക്കൻഡ് സർഫസ് റേഡിയസ് ഒക്കെ വെച്ചാൽ നമുക്ക് ബാക്കിലേക്ക് എടുത്താൽ r2 എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ അതിനകത്ത് n2 ഉണ്ട്, n1 ഉണ്ട്. n2 റിഫൈൻഡ്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസ്, n1 റിഫൈൻഡ്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം, r1 and r2 ആർ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ടു സ്പെറിക്കൽ സർഫസസ് ഓഫ് ദ ലെൻസ്. ഈ ഫോർമുല വെച്ചിട്ടാണ് we are actually discussing the factors affecting the focal length of a lens. And the first factor affecting the focal length is, number one is the material of the lens. ഒന്നാമത്തെ ഫാക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഓഫ് ദ ലെൻസ് ആണ് അല്ലേ. അപ്പം ലെൻസിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിഫൈൻഡ്സ് നമ്മൾ എടുത്തേക്കുന്നത് എന്തായിരിക്കും? n2 എന്നാണ് അല്ലേ. ഇപ്പം നമ്മൾ സാധാരണ ലെൻസ് ഉണ്ടാക്കുന്ന ഗ്ലാസ് വെച്ചാകാം, അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ് ലെൻസ് ഉണ്ട്, അങ്ങനെയില്ലേ. അപ്പോൾ ഓരോ, അതുപോലെ തന്നെ ഗ്ലാസ് ആണെങ്കിൽ ഫ്ലിൻറ്റ് ഗ്ലാസ് ഉണ്ട്, ക്രൗൺ ഗ്ലാസ് ഉണ്ട്, അങ്ങനെ പല ഗ്ലാസസ് വെച്ചിട്ട് ലെൻസ് ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഓരോ മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് എന്തിന് മാറ്റം വരും? റിഫൈൻഡ്സിന് മാറ്റം വരും. അപ്പോൾ ആ റിഫൈൻഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് n2നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് നിൽക്കുന്നത്. സോ വെൻ n2 ചേഞ്ചസ് ദ ഫോക്കൽ ലെങ്ത് ഓൾസോ ചേഞ്ചസ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ, അതായത് n2ഉം f ആയിട്ട് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആയിരിക്കും, ശരിയല്ലേ. എഫ് താഴെയും n2 മുകളിലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകത, റിഫൈൻഡ്സ് കൂടുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കുറയും, റിഫൈൻഡ്സ് കുറയുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടുകയും ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, ശരിയല്ലേ. അപ്പം ഫോക്കൽ ലെങ്ത് ആൻഡ് റിഫൈൻഡ്സ് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. സോ വിത്ത് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് n2 റിഫൈൻഡ്സ് ഓഫ് ദ മെറ്റീരിയൽ, ദ ഫോക്കൽ ലെങ്ത് ഓൾസോ ചേഞ്ചസ്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ എന്താ? അതായത് മെറ്റീരിയൽ ഓഫ് ദ ലെൻസ് ആണ്, അത് അനുസരിച്ച് ഫോക്കൽ ലെങ്ത് മാറും. സെക്കൻഡ് വൺ ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. നമ്മൾ ഈ ഫാക്ടേഴ്സ് പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഫസ്റ്റ് കേസിൽ നമുക്ക് ഇതിനകത്ത് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്, ഇഫ് n2 ഈസ് ഗ്രേറ്റർ ദാൻ n1. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ലെൻസ് ഈസ് സറൗണ്ട് ബൈ ദ മീഡിയം എയർ, ഗ്ലാസ് ലെൻസ് ഈസ് സറൗണ്ട് ബൈ ദ മീഡിയം എയർ. അങ്ങനെ ആണെങ്കിൽ എയറിൻ്റെ റിഫൈൻഡ്സ് 1 അല്ലേ, n2 എന്ന് പറഞ്ഞാൽ 1.5 വരത്തില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ n2 ഗ്രേറ്റർ ദാൻ n1 ആണെങ്കിൽ, ഇൻ ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n2 ഡിവൈഡ് ബൈ n1? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ശരിയല്ലേ. n2 ബൈ n1 ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പ്രത്യേകത, ഈ 1നേക്കാളും ഗ്രേറ്റർ വാല്യൂ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ ഫോക്കൽ ലെങ്ത് ബിക്കംസ് പോസിറ്റീവ് അല്ലേ. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആകുന്ന കോൺവെക്സ് എന്നല്ലേ. അതുകൊണ്ട് ഈ ലെൻസ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? കൺവെർജിങ് ലെൻസ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയാൽ ദ ലെൻസ് ഈസ് ബിഹേവിങ് ആസ് എ converging lens.
ഓർ കോൺവെക്സ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ ആക്ഷൻ കിട്ടണമെങ്കിൽ പ്രത്യേകത എന്തായിരിക്കണം? ആ ലെൻസിൻ്റെ മെറ്റീരിയലിനെക്കാളും കുറഞ്ഞ റിഫൈൻഡ്നെസ് ഉള്ളൊരു മീഡിയം ആയിരിക്കണം അതിനെ സറൗണ്ട് ചെയ്യുന്നത്. ആ സിറ്റുവേഷനിൽ ദ ലെൻസ് ഈസ് ബിഹേവിങ് ആസ് എ കൺവെർജിങ് ഓർ കോൺവെക്സ് ലെൻസ്. In the second case, we can imagine N2 is equal to N1. N2 is equal to N1. N2 is equal to N1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്ലാസിൻ്റെ റിഫൈൻഡ്നെസ് പറയും നമുക്ക് ഇവിടെ ഫ്ലിൻറ്റ് ഗ്ലാസ് എടുക്കാം. ദിസ് ഈസ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ്സിന് ഞാൻ FG എന്ന് കൊടുക്കുകയാണ്. ഫ്ലിൻറ്റ് ഗ്ലാസ് അതിൻ്റെ റിഫൈൻഡ്നെസ് N2. അപ്പോൾ ഗ്ലാസിൻ്റെ റിഫൈൻഡ്നെസ് പറയുന്നത് നമുക്ക് N2 എന്ന് എടുക്കാം. അതിനെ സറൗണ്ട് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് കാർബൺ ഡൈസൾഫൈഡ് ആണ്. കാർബൺ ഡൈസൾഫൈഡ് ആൻഡ് അതിൻ്റെ റിഫൈൻഡ്നെസ് N1. ഈ ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ റിഫൈൻഡ്നെസ്സും കാർബൺ ഡൈസൾഫൈഡിൻ്റെ റിഫൈൻഡ്നെസ്സും ഈക്വലാണ്. അതായത് N2 = N1. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് ലെൻസ് വരുന്നതെങ്കിൽ സറൗണ്ടിങ് മീഡിയത്തെ റിഫൈൻഡ്നെസ് അതിൻ്റെ മെറ്റീരിയൽ റിഫൈൻഡ്നെസ്സിന് ഈക്വലായിട്ട് വന്നാൽ അറ്റ് ദ ടൈം N2 / N1 becomes equal to 1. അപ്പോൾ ഈ ഇക്വേഷനകത്ത് N2 / N1 1 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ 1/F എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പോൾ എത്ര കിട്ടും നോക്കിയാൽ 1/F = 0. 1 - 1 അല്ലേ വരുന്നത്. അപ്പോൾ അത് 0 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആവും. 1/F = 0. സോ F = 1/0 ദാറ്റ് ഈസ് ഇക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി വരുന്ന ഗ്ലാസ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറഞ്ഞ മീഡിയത്തിൽ അപ്പോൾ ഈ ഗ്ലാസ് ലെൻസിൻ്റെ ലെൻസ് ഒരു പ്ലെയിൻ ഗ്ലാസിനെ പോലെ ബിഹേവ് ചെയ്യും. സോ ദ ലെൻസ് ബിക്കംസ് ഇൻവിസിബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കാർബൺ ഡൈസൾഫൈഡിനകത്ത് ഈ ലെൻസ് എപ്പോഴും നമുക്ക് ഇൻവിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ലെൻസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലെയിൻ്റെ പോലെ ബിഹേവിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇൻ ദ തേർഡ് കേസ് വി ക്യാൻ ഇമാജിൻ N1 is greater than N2. Surrounding media has a refinedness greater than the material of the lens. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന അതിനൊരു എയർ ബബിൾ എടുക്കാം. എയർ ബബിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബീക്കറിനകത്ത് കുറച്ച് വാട്ടർ എടുത്ത് വയ്ക്കുന്നു. ഇതിൻ്റെ അകത്തായിട്ട് ഒരു എയർ ബബിൾ ഫോം ചെയ്യണം. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു എയർ ബബിൾ ഫോം ചെയ്താൽ ഇതൊരു ലെൻസിൻ്റെ ആക്ഷനാണ്. അപ്പോൾ ഈ എയർ ബബിൾ എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ ലെൻസായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഇതല്ലേ. അപ്പോൾ അതിൻ്റെ റിഫൈൻഡ്നെസ് നമുക്ക് N2 എന്ന് എടുക്കാം. സറൗണ്ടിങ് മീഡിയം വാട്ടർ ആണെങ്കിൽ അതിൻ്റെ റിഫൈൻഡ്നെസ് നമുക്ക് N1 എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം എയർ ആണെങ്കിൽ N2ൻ്റെ വാല്യൂ എത്ര വരും? 1 എന്നും. വാട്ടർ ആണെങ്കിൽ N1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1.33 എന്ന് വരും. ഒരു എക്സാമ്പിൾ നമുക്കത് എടുക്കാം അല്ലേ. എയർ ബബിൾ ഇൻ വാട്ടർ. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് N1 greater than N2. ഹിയർ N2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? N2 = 1 അല്ലേ. N2 = 1. അപ്പോൾ N2 1 ആണ്. N1 1.3 ആകുമ്പോൾ N1 is greater than N2 ആയിരിക്കത്തില്ലേ. ഈ സമയത്ത് N2 / N1 എടുത്താൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് എന്താ? N2 / N1 is less than 1 ആയിരിക്കും. N2 ചെറുത് N1 അപ്പോൾ less than 1. സോ 1/F becomes negative or F is negative. അപ്പോൾ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവായിട്ട് മാറത്തില്ലേ? മാറുമല്ലോ. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് വരുന്ന ആർക്കാ? കോൺകേവ് ലെൻസിനാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ കോൺവെക്സ് ലെൻസ് അതിൻ്റെ സറൗണ്ടിങ് മീഡിയത്തിൽ എന്താണ് ബിഹേവ് ചെയ്യുക? ദാറ്റ് ഈസ് ബിഹേവിങ് ആസ് എ കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസിന് കോൺവെക്സ് ആയിട്ട് ബിഹേവ് ചെയ്യാം. പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൻ്റെ ആക്ഷൻ തരാൻ കഴിയും. അതുപോലെ കോൺകേവ് ആയിട്ട് ബിഹേവ് ചെയ്യും. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സറൗണ്ടിങ് മീഡിയം. ദ തേർഡ് ഫാക്ടർ അഫക്റ്റിംഗ് the focal length of the lens is radius of curvature. നമുക്കറിയാം ഫോക്കൽ ലെങ്തിന്റെ ഫോർമുല റേഡിയസ് കർവേച്ചർ R1 R2 നെ ഡിപെൻഡ് ചെയ്യുന്നില്ലേ. സോ വെൻ ദ വാല്യൂ ഓഫ് R1 ആൻഡ് R2 ചേഞ്ചസ് ദ ഫോക്കൽ ലെങ്ത് ചേഞ്ചസ്. അത്രയേ ഉള്ളൂ. അതാണ് റേഡിയസ് കർവേച്ചറിന്റെ അഫക്റ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ 3 ഫാക്ടേഴ്സ് അനുസരിച്ച് ഫോക്കൽ ലെങ്ത് മാറാം. ഒന്ന് ലെൻസിൻ്റെ മെറ്റീരിയലിൻ്റെ റിഫൈൻഡ്നെസ് അനുസരിച്ച് മാറാം. മറ്റൊന്ന് സറൗണ്ടിങ് മീഡിയത്തെ റിഫൈൻഡ്നെസ് അനുസരിച്ച് മാറാം. മറ്റൊന്നോ ലെൻസിൻ്റെ കറണ്ട് സർഫസ് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ വരുന്ന ചേഞ്ചും ആരെ അഫക്റ്റ് ചെയ്യും? ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ്. നമ്മുടെ അടുത്ത ഡിസ്കഷൻ പോകേണ്ട സൈൻ കൺവെൻഷനിലേക്കാണ്. സൈൻ കൺവെൻഷൻ നമ്മൾ മിററിനകത്ത് പഠിച്ചില്ലേ. അതേപോലെ മെഷർമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ലെൻസ് ആകുമ്പോൾ അതിൻ്റെ ഓപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് പോകുന്ന മെഷർമെൻറ്റ്സ് പോസിറ്റീവ് അല്ല. പിന്നെ ലെഫ്റ്റിലോട്ട് വരുന്ന നെഗറ്റീവ്, റൈറ്റിലോട്ട് വരുന്ന പോസിറ്റീവ്, അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ. അവിടെ നമ്മൾ പറഞ്ഞ എല്ലാ മെഷർമെൻറ്റ്സും പോഡിൽ നിന്ന് എടുക്കണം എന്ന് പറയും. ഇവിടെ ഓപ്റ്റിക് സെൻറ്റർ. അത്രയേക്കാൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. സോ വി ആർ ഗോയിങ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമേജസ് ബൈ എ ലെൻസ്. അതായത് വെൻ യു ആർ പ്ലേസിംഗ് ആൻ ഓബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ്, ഇറ്റ് ഫോംസ് ആൻ ഇമേജ് ബൈ ദ പ്രോസസ് കോൾഡ് റിഫ്രാക്ഷൻ. അപ്പം നമുക്ക് ഈ ഓബ്ജക്റ്റ് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ എവിടെ കിട്ടുന്നു, ഇമേജിൻ്റെ എവിടെ പൊസിഷൻ കിട്ടുമെന്ന് പിക്ചർ വരച്ചിട്ട് അല്ലെങ്കിൽ ഫിഗർ വരച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്ന കുറേ റേസ് ഉണ്ട്. ആ റേസിൽ ഏതെങ്കിലും 2 റേയുടെ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്. അതിൽ ആദ്യത്തെ റേ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എ റേ പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ കോൺവെക്സ് ലെൻസ് ആയാലും അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന റേ എടുക്കുക. കോൺകേവ് ലെൻസ് ആയാലും അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന റേ എടുക്കുക. ക്ലോസ് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ പാരാക്സിഡ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ കോൺവെക്സിൻ്റെ കേസിൽ ആ റേയുടെ സ്വഭാവം എന്തായിരിക്കും? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്, whereas in the case of a concave lens the ray after refraction appear to diverge from the principal focus. അപ്പോൾ അങ്ങനെ ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും കേസിൽ ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന റേ നമുക്ക് ഓബ്ജക്റ്റിൽ നിന്ന് എടുക്കാം ഫോർ ഫൈൻഡിങ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ഇമേജ്. നെക്സ്റ്റ് റേ ഈസ് എ റേ പാസിംഗ് ത്രൂ ദ ഓപ്റ്റിക് സെൻറ്റർ. ഇവിടെ നമുക്ക് നോക്കാം കോൺവെക്സ് ലെൻസിൻ്റെ സെൻറ്റർ കണ്ടത് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. അതിൽ കൂടെ റേ പാസ് ചെയ്യുന്ന കണ്ടല്ലോ. അവിടെ അതേപോലെ ഒപ്റ്റിക് സെൻറ്റർ കൂടെ പാസ് ചെയ്യുന്ന റേ കണ്ടില്ലേ. ഈ റേയുടെ പ്രത്യേകത ഇറ്റ് ഈസ് നോട്ട് അണ്ടർഗോയിങ് റിഫ്രാക്ഷൻ, ഇറ്റ് പ്രൊസീഡ് സ്ട്രൈറ്റ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. അപ്പോൾ ഈ റേയും നമുക്ക് എത്തിയെടുക്കാം ഫോർ ഫൈൻഡിങ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. നമുക്ക് തേർഡ് റേയിലേക്ക് പോകാം അല്ലേ. തേർഡ് റേയുടെ നോക്കിയാൽ റേ പാസിംഗ് ടു ദ ഫോക്കസ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിൽ കൂടെ പോകുന്ന റേ ആയിരിക്കും. ഓബ്ജക്റ്റീവ് വരുന്ന റേ ആണ്. പക്ഷേ ആ റേയുടെ ക്യാരക്ടർ എന്താ? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ബിക്കംസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് എടുക്കാം കോൺവെക്സിന്. കോൺകേവിനാണെങ്കിലോ എ റേ അപ്പിയർ ടു പ്രൊസീഡ് ടുവേഴ്സ് ദ ഫോക്കസ്, ബട്ട് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ബിക്കംസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. കണ്ടല്ലോ. അപ്പോൾ ഈ റേ എടുത്തുകൊണ്ട് നമുക്ക് ഇമേജിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ 3 റേസ് നമ്മൾ പിന്നെ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഓബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. അതിൽ ഏതെങ്കിലും 2 റേ എടുത്തതിന് ശേഷം വി ക്യാൻ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ലെൻസസ്. ഇനി അടുത്താണ് നമുക്ക് പഠിക്കേണ്ട ലെൻസിലെ മാഗ്നിഫിക്കേഷനാണ്, ലീനിയർ മാഗ്നിഫിക്കേഷൻ. അതിൻ്റെ ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ എം ആയിരിക്കും. നമ്മൾ മിററിൻ്റെ കേസിൻ്റെ മാഗ്നിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ മാഗ്നിഫിക്കേഷൻ പഠിക്കണം. അത് ശരിക്കും ഈ ഓബ്ജക്റ്റിൻ്റെ സൈസും ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ സൈസ് നമ്മളുടെ ഒരു കമ്പാരിസൺ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സൈസിലുള്ള ഇമേജ് ഉണ്ടാക്കാം. അത് ഓബ്ജക്റ്റിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് there comes a term called magnification. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഡെഫിനേഷൻ പറയുന്നത് മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദ ഇമേജ്. ഇവിടെ നമ്മൾ OB എന്ന് പറഞ്ഞൊരു ഓബ്ജക്റ്റ് ആണ്, അതിൻ്റെ സൈസാണ് HO. ഈ ലെൻസ് റിഫ്രാക്ഷൻ പോലെ ഉണ്ടാക്കുന്ന ഇമേജ് ആണ് IM, അതിൻ്റെ സൈസ് HI എന്നല്ലേ കിട്ടുക. അപ്പം മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല HI/HO. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദ ഇമേജ് ടു ദ സൈസ് ഓഫ് ദ ഓബ്ജക്റ്റ്. ഇനി നമുക്ക് ഈ ഫിഗറിലേക്ക് ഒന്ന് പോകാം. ആ ഫിഗറിൽ നിങ്ങൾ കാണുന്ന എന്തൊക്കെയാണ്? HO ഹൈറ്റ് വരുന്നൊരു ഓബ്ജക്റ്റ് OB നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. അതിൽ നിന്ന് വരുന്ന 2 റേസിന് എടുക്കണം ഇമേജിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ. ഒന്ന് ഏതാ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന റേ. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. രണ്ടാമത്തെ റേ ഓപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുന്ന റേ ആണ്. അത് യാതൊരു ഡീവിയേഷനുണ്ട് സ്ട്രൈറ്റ് ആയിട്ട് പോയി തട്ട് ഈ ലെൻസിൽ കൂടെ പാസ് ചെയ്ത 2 റേസ് മീറ്റ് ചെയ്ത പോയിന്റ് M അല്ലേ, അവിടെ നമുക്കൊരു ഇമേജ് കിട്ടും അല്ലേ. അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് HO, ഹൈറ്റ് ഓഫ് ഇമേജ് HI. ഇമേജ് അവിടുത്തെ ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടുവേഴ്സ് ദ ഓബ്ജക്റ്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ലെൻസ് ഈസ് U ആൻഡ് ഡിസ്റ്റൻസ് ടുവേഴ്സ് ഇമേജ് ഫ്രം ദ സെൻറ്റർ ഓഫ് ലെൻസ് ഈസ് V. ഇത്രയും മെൻഷൻ ചെയ്തു അല്ലേ. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ കണ്ടു. അതിൻ്റെ നെയിം ചെയ്തേക്ക് എന്തൊക്കെയാണ്? ട്രയാങ്കിൾ OBP, ട്രയാങ്കിൾ OBP ആൻഡ് ട്രയാങ്കിൾ IMP. They are similar. Then what is the ratio of the corresponding sides? അതിൻ്റെ corresponding sides എടുത്താൽ IM. അതിൻ്റെ corresponding ആയിട്ട് ഈ ട്രയാങ്കിൾ വരുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ OB ആണ്. IM ഡിവൈഡ് ബൈ OB ഈസ് ഈക്വൽ ടു ആ ട്രയാങ്കിളിനകത്ത് നമുക്ക് PI എന്നെടുക്കാം. അങ്ങോട്ട് ആ സൈഡ് എടുക്കുന്ന PI ആണെങ്കിൽ PI ഡിവൈഡഡ് ബൈ ഇതിനകത്ത് എടുക്കുന്ന PO എന്ന് എടുക്കണം. ഇതിൻ്റെ സിമിലർ പിന്നെ corresponding സൈഡ്സ് വരുന്ന PO നമുക്ക് എടുക്കാം. IMന് പകരം കൊടുക്കുന്ന ലെറ്റർ എന്തായിരിക്കും? HI അല്ലേ. അത് നമ്മൾ നെഗറ്റീവ് സൈനിൽ കൊടുക്കണം, കാരണം താഴോട്ട് മെഷർമെൻറ്റ്സ്. അതുകൊണ്ട് സൈൻ കമ്പിനേഷൻ വെച്ചാൽ അത് നെഗറ്റീവ് ആയിരിക്കും. HI ഡിവൈഡ് ബൈ HO എടുക്കുമ്പോൾ OBHO ആണ്, അത് ഇറക്റ്റ് അല്ലേ, അപ്പോൾ മുകളിലേക്കാണ്, അത് പോസിറ്റീവ്. ഈസ് ഈക്വൽ ടു വാട്ട് എവർ PI, അത് റൈറ്റോട്ടുള്ള മെഷർമെൻ്റ് ആണ് V. പോളി അതായത് സെൻറ്ററിൽ നിന്ന് റൈറ്റോട്ട് മെഷർ ചെയ്യാണ്. സോ ദാറ്റ് വാല്യൂ ഈസ് V.
ഡിവൈഡഡ് ബൈ പി എന്ന് ലെഫ്റ്റിലേക്കാണ് പി ഒ മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് മൈനസ് യു എന്ന് വരും അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു മൈനസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു മൈനസ് വന്നതൊക്കെ എന്നുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു വി ബൈ എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ, എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു വി ബൈ. ഒരു ലെൻസിൻ്റെ കേസിൽ നമുക്ക് കോൺവെക്സും കോൺകേവും ഒക്കെ ഉണ്ടാവും, റിയലും വെർച്വൽ ഇമേജ് ഒക്കെ ഫോം ചെയ്യാം. ഏത് കേസിലും മാഗ്നിഫിക്കേഷൻ ഫോർമുല എന്തായിരിക്കും, എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു വി ബൈ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പവർ ഓഫ് എ ലെൻസ്. ഈ പവർ ഓഫ് എ ലെൻസിന് വേണ്ടിയാണ് ഈ രണ്ട് ഫിഗർ നമ്മൾ എടുത്തേക്കുന്നത്, ഒന്ന് കോൺവെക്സും മറ്റൊന്ന് കോൺകേവ് ആണ്. ഇവിടെ പ്രത്യേകത, ഈ കോൺവെക്സിന്റെ കേസിൽ ഒരു റേ പാരലായിട്ട് ഒന്ന് വീഴുന്നു, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് അത് വന്ന് വീഴുന്ന ഡിസ്റ്റൻസ് യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ്, എന്ന് പറഞ്ഞാൽ 1. അത് ഓരോ കൺവീനിയൻ്റ് അനുസരിച്ച് ലെൻസിൻ്റെ സൈസിന് വെച്ച് 1 എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങൾക്ക് ഏത് പ്രോപ്പർ യൂണിറ്റ് ആണോ അത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഏതാണ്ട് യൂണിറ്റ് ഡിസ്റ്റൻസ് അകലെ ഒരു ലൈറ്റ് വന്ന് വീണാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. സോ ദർ കംസ് ആൻ ആംഗിൾ ഹിയർ ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് കൺവെർജൻസ് എന്ന് വിളിക്കും. ഈ ആംഗിൾ ഓഫ് കൺവെർജൻസിന്റെ ടാൻജന്റ് എടുക്കുക. അപ്പോൾ ടാൻ ഡെൽറ്റ എടുത്താൽ നമുക്ക് പവർ കിട്ടും. കണ്ടീഷൻ എന്താ, ലൈറ്റ് വന്ന് വീഴുന്ന ഒപ്റ്റിക് സെന്ററിൽ ഡിസ്റ്റൻസ് യൂണിറ്റി ആയിരിക്കണം. ഈ സമയത്ത് മാത്രം കിട്ടുന്ന ആംഗിളിന്റെ ടാൻജന്റ് ആണ് അതിന്റെ പവർ കിട്ടുന്നത് അല്ലേ. ഇതേപോലെ തന്നെ ഈ കോൺകേവ് ലെൻസിന്റെ പവർ വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് പാരലായിട്ട് ഇതുപോലെ യൂണിറ്റ് ഡിസ്റ്റൻസ് അകലെ റേ വന്ന് വീണാൽ, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് യൂണിറ്റ് ഡിസ്റ്റൻസ് അകലെ ഈ റേ വന്ന് വീണാൽ അത് ഡൈവേർജ് ചെയ്യും. ഇപ്പൊ ബാക്കിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് ആൻ ആംഗിൾ ദെയർ ഡെൽറ്റ ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡൈവർജൻസ് എന്ന് പറയും അല്ലേ. ഇതിന്റെ ടാൻജന്റ് എടുക്കുക, ടാൻ ഡെൽറ്റ എടുത്താൽ യു ആർ ഗെറ്റിംഗ് ദ പവർ ഓഫ് കോൺകേവ് ലെൻസ്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ആ ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് കൺവെർജൻസ് ഓർ ആംഗിൾ ഓഫ് ഡൈവർജൻസ് വെൻ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദ ലെൻസ് അറ്റ് എ യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഓപ്റ്റിക് സെന്റർ. ഇതാണ് ശരിക്കും അതിന്റെ ഡെഫിനിഷൻ. ഇനി ഈ ഫിഗറിനെ ബേസ് ചെയ്തുകൊണ്ട് യു ക്യാൻ സി എ ട്രയാങ്കിൾ ഹിയർ അല്ലേ. ഇവിടെ ഒരു ട്രയാങ്കിൾ, നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എൻ എന്നാണ് കൊടുക്കുന്നെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ട്രയാങ്കിൾ ആസ് ഒ എഫ് എൻ. In triangle OFN. OFN. What is the value of tan delta? Tangent of delta is equal to opposite side divided by adjacent side. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ എച്ച് നമ്മൾ എടുത്തേക്കുന്നു, എച്ച് ഡിവൈഡ് ബൈ എഫ്. ഈ ഡിസ്റ്റൻസ് എപ്പോഴും ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലേക്ക് ദൂരം ഫോക്കൽ ലെങ്ത് അല്ലേ, അപ്പോൾ താഴെ എഫ് എന്ന് വരും. ഈ ഇക്വേഷനകത്ത് നമുക്ക് എച്ചിൻ്റെ വാല്യൂ 1 എടുക്കണം, ബിക്കോസ് ദേ ആർ മെൻഷനിങ് ദാറ്റ് ദ ലൈറ്റ് ഷുഡ് ഇൻസിഡന്റ് അറ്റ് യൂണിറ്റ് ഡിസ്റ്റൻസ് എവേ എന്ന് അവർ പറയുന്നു ഫ്രം ദ ഒപ്റ്റിക് സെന്റർ. അപ്പോൾ എച്ച് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടാൻജന്റ് ഓഫ് ഡെൽറ്റ എന്ന് പറയുന്നത് 1/f എന്ന് കിട്ടും. ടാൻജന്റ് ഓഫ് ഡെൽറ്റ ആണല്ലോ പവർ, അപ്പോൾ പി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 1/f. നമ്മുടെ താഴത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കുന്നത് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഈസ് പവർ എന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷേ ഫോക്കൽ ലെങ്ത് മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യണം, സെൻറ്റിമീറ്റർ. സാധാരണ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഒക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കവറിൻ്റെ പുറത്തൊക്കെ എഴുതിയൊക്കെ നമുക്ക് കാണാം സെൻറ്റിമീറ്ററിലാണ്. പക്ഷേ ആ സെൻറ്റിമീറ്റർ കിട്ടിയ ഫോക്കൽ ലെങ്തിനെ മീറ്റർ ആക്കണം, എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തെങ്കിൽ മാത്രമേ യു ആർ ഗെറ്റിംഗ് ദ പവർ. അതുകൊണ്ടാണ് പവർ ഇസ് ആ റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഏതായാലും ഒരു ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എടുക്കാം, അല്ലെങ്കിലോ ആംഗിൾ ഓഫ് കൺവെർജൻസിൻ്റെയോ ആംഗിൾ ഓഫ് ഡൈവർജൻസിൻ്റെയോ ടാൻജന്റ് എടുത്താൽ മതി വെൻ എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് അറ്റ് യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഓപ്റ്റിക് സെന്റർ. ഈ ലെൻസ് നമ്മൾ സാധാരണ എടുക്കുന്ന ഫോർമുലയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അല്ലേ. അപ്പോൾ ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അനുസരിച്ച് 1/f ഫോർമുല എന്താ, n2 ഡിവൈഡ് ബൈ n1 ഇൻറ്റു n2 ഡിവൈഡ് ബൈ n1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അപ്പോൾ പവർ നമുക്ക് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എടുക്കാമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ 1/f വരെ നമുക്ക് പവർ പി എന്ന് കൊടുക്കാമല്ലോ. സോ പി ഈസ് ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ n1 മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ r1 മൈനസ് 1/r2. അപ്പോൾ ഏതൊക്കെ ഫോമിലെ പവറിനെ ഫോളോ ചെയ്യുന്നത്, പി ഈസ് ഈക്വൽ ടു ടാൻ ഡെൽറ്റ എന്ന് എടുക്കാം ആ കണ്ടീഷൻ വെച്ചുകൊണ്ട്. then power is given by 1/f നമുക്ക് എടുക്കാം, പ്രൊവൈഡ് ദ ഫോക്കൽ ലെങ്ത് ഈസ് ഇൻ മീറ്റർ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഈ ഫോമുല എടുക്കാം കണ്ടോ, പി ഈസ് ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ n1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.